നമസ്കാരം. ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കാൻ വലിയ പേടിയൊന്നുമില്ല. ഇപ്പോൾ സ്റ്റേജിൽ ഇരിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതൊരു നമ്മുടെ സാറ് പറഞ്ഞല്ലോ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് വന്നൊരു പടമാണ് ഇത്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനൊരു ദിവസം വീട്ടിലിങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അയ്യൂബ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇവിടെ ഉണ്ട്, ഒരു കന്നഡ പടത്തിൽ അഭിനയിക്കാൻ റെഡിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കന്നഡ പടമോ? കന്നഡ സംസാരിക്കാൻ പോലും അറിയില്ല എനിക്ക്. കന്നഡ ഞാനൊരു പടങ്ങൾ പോലും കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നടപടിയാവത്തില്ല. ഇല്ല കുഴപ്പമില്ല, നീ പെട്ടെന്ന് റെഡിയായി ബാംഗ്ലൂരോട്ട് ചെല്ലണം, എല്ലാം പറഞ്ഞ് സെറ്റാണ്, നീ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ബാംഗ്ലൂരോട്ട് പോയി ഡയറക്ടറിനെ മീറ്റ് ചെയ്തു. ഡയറക്ടറിനെ മീറ്റ് ചെയ്തിട്ട് 1-2 ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു. പുള്ളിക്കാരൻ എന്നെ കുറേ നേരം ഇങ്ങനെ, അതായത് നല്ല പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കുന്ന പോലെ പുള്ളി എന്നെ കുറച്ച് നേരം നോക്കി എന്ന് പറഞ്ഞു. സാർ ഓക്കെ സാർ, ഞാൻ ഹാപ്പി സാർ. ഞാൻ സാർ ഓക്കെ, എപ്പോഴാണ് ഷൂട്ട് തുടങ്ങുന്നത്? ഷൂട്ട് നാളെ തുടങ്ങണം. ഇന്ന് നാളെയോ? നാളെ എങ്ങനെ തുടങ്ങും? അല്ല നാളെ തുടങ്ങും. ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഇല്ല സാർ, പോയിട്ട് ഇന്ന് രാത്രി പോയിട്ട് നാളെ രാവിലെ വന്നാൽ മതി. എന്താ സാർ കന്നഡ സാർ, എങ്ങനെ കന്നഡ പഠിക്കാൻ സമയമുണ്ട്? ഇല്ല കുഴപ്പമില്ല സാർ ചെയ്യാൻ പറ്റും. അങ്ങനെ പിറ്റേ ദിവസം വന്ന് തുടങ്ങിയൊരു പടമാണ്. ഞാൻ അരി പറഞ്ഞ് ചത്തു തുടക്കത്തില്. ഇത് കന്നഡയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കന്നഡ ഷൂട്ട് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ മലയാളം ഷൂട്ട് ചെയ്യും. അപ്പം മലയാളവും അരി പറക്കാറുണ്ട്. സ്റ്റിൽ ഈ പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടി. കന്നഡ ഒട്ടും അറിയില്ല. അപ്പം ഇത് തന്നെയാണ് മലയാളം. അങ്ങനെ ഒരു 3 ദിവസം ഇച്ചിരി പാടുപെട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി നല്ല രസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. പടം എത്രത്തോളം നല്ലതാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു. ഞാൻ മലയാളം വേർഷൻ കണ്ടില്ല, ഞാൻ കന്നഡ കണ്ടു. കന്നഡ നല്ല രസമുണ്ട്, നല്ല പടമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത്രയും പേര് വന്നതിൽ ഭയങ്കര സന്തോഷം. ആനന്ദ് ഇപ്പം എന്നെ കരയിപ്പിച്ചതിനെ ഞാൻ ഇപ്പം ഓൾമോസ്റ്റ് തകർന്നു നിൽക്കുന്ന പോലെ. ആനന്ദാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്താ എൻ്റെ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് പറയുന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഉള്ളിൽ നിന്ന് പറയാണ്. ഫസ്റ്റ് പടം നായകനല്ല കേട്ടോ, ഞാൻ ആക്ച്വലി ആന്റി ഹീറോ ആണ്. അതായത് പ്രതിനായകനല്ലേ, പ്രതിനായകനല്ല, പ്രതിനായകനാണ്. ഇങ്ങനെ കുറെ പടങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ മെസ്സേജ് വരാറുണ്ട്, ചേട്ടാ വന്ന് പെട്ടെന്ന് തന്നെ പോയല്ലോ എന്നൊക്കെ. ഇത് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വെറുപ്പിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് മീഡിയ. നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമ്മൾ ഇങ്ങനെ ലൈറ്റ് ടൈമിലേക്ക് പറഞ്ഞ് നിൽക്കത്തുള്ളൂ. സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും നന്ദി. പിന്നെ നല്ല അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള 2 പ്രൊഡ്യൂസേഴ്സ് വന്നേക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന്, അവർക്ക് നന്ദി. പിന്നെ എൻ്റെ കൂട്ടുകാരൻ അയ്യൂബ് ഓടി നിന്നു, ഇവിടെ സ്റ്റേജിൽ വിളിക്കുന്നതിന് ഓടി. അയ്യൂബാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. അയ്യൂബിനോടും നമ്മുടെ ഡയറക്ടറിനോടും മ്യൂസിക് ഡയറക്ടറിനോടും എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം നന്ദി. താങ്ക് യു സോ മച്ച്. പടം താമസിക്കാതെ റിലീസ് ആവാൻ ഞാൻ അറിയിക്കാം. സപ്പോർട്ട് ചെയ്യണം.